പടികടന്നെത്തുന്ന പദനിസ്വരം പിന്നെയും പിന്നെയും കുറെ നേരം ഞാൻ ശ്രദ്ധിക്കുന്ന പോട്ടെ. ഏട്ടനെന്താ ഈ പാട്ടിനോട് അത്ര ഇഷ്ടം? ഇത് അവളുടെ ഫേവറേറ്റ് സോങ്ങാ. അത് കേട്ട് കേട്ടിപ്പോൾ എനിക്കും ഈ പാട്ട് ഭയങ്കര ഇഷ്ടമായി. പക്ഷെ നിങ്ങൾ ബ്രേക്കപ്പ് ആയതല്ലേ, ഇനി ആ ഓർമ്മയൊക്കെ കൊണ്ടു നടക്കേണ്ട ആവശ്യമുണ്ടോ? ഒരു ബന്ധം അവസാനിച്ചു എന്ന് വെച്ച് അതിലത്തെ നല്ല കാര്യങ്ങളൊക്കെ നമ്മൾ വേണ്ടെന്ന് വെക്കണം. അപ്പൊ അത് ഓർക്കുമ്പോൾ സങ്കടമൊന്നും വരാറില്ലേ? ഞാനും അവളും സ്നേഹിച്ചിരുന്ന സമയത്ത് ആ ഇഷ്ടം സത്യമായിരുന്നല്ലോ. ഒരുപാട് ആൾക്കാർ നമ്മളുടെ ലൈഫിൽ ഇങ്ങനെ വന്നു പോകും. അവർ തരുന്ന ഫീലിങ്സും കുറേ നല്ല സമയങ്ങളൊക്കെ ഉണ്ട്. അതൊരിക്കലും നമ്മളെ വിട്ടുപോകില്ല. പിന്നെ ഞാൻ ഈ പാട്ട് കേൾക്കണത് അവളെക്കുറിച്ച് ഓർക്കാനൊന്നുമല്ല. എൻ്റെ മനസ്സിൽ ഇന്നും അടങ്ങാതെ നിൽക്കുന്നൊരു പ്രണയമുണ്ട്, അതിനു വേണ്ടിയിട്ടാണ്. അപ്പൊ ഇനിയും ഈ പ്രായത്തിലും ഒരു പ്രണയം ഉണ്ടാവുന്നുള്ള പ്രതീക്ഷയുണ്ടല്ലേ? ഉണ്ട്. അതായത് വലിയ ബഹളങ്ങളോ ഡിമാൻഡുകളോ ഒന്നും ഇല്ലാതെ രണ്ടുപേരുടെ കുറവുകളും ഏകാന്തതയൊക്കെ മനസ്സിലാക്കിയിട്ട് ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്ന് പറയുന്നതല്ലേ പ്രണയം എന്ന് പറയണേ. അത് കൊള്ളാം. പണ്ട് വേദനിച്ച വഴിയിലൂടെ ഇപ്പൊ പേടിയില്ല നടക്കുക എന്ന് പറയുന്നൊരു ഫീലിംഗ്, അത് അടിപൊളിയാണല്ലോ. പ്രണയം പരാജയപ്പെട്ടു എന്ന് കരുതിയിട്ട് നമ്മൾ പ്രണയത്തിന് വെറുക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഈ പാട്ടൊക്കെ കേൾക്കുമ്പോൾ അതൊരു ഉറപ്പല്ലേ. എന്തുറപ്പാ? ആരും കൊതിക്കുന്ന ഒരാൾ വന്ന് ചേരുമെന്ന് ആരോ സ്വകാര്യം പറഞ്ഞതാവാം. പിന്നെയും പിന്നെയും ആരോഗ്യനാവിന്റെ പടികടന്നെത്തുന്ന പദനിസ്വരം